പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കോൺഫിഡൻസ് ഇന്റർവെൽ. ഈ പേര് കേട്ട് ആരും പേടിക്കേണ്ട. കാരണം കണക്കിലോ സ്റ്റാറ്റിസ്റ്റിക്സിലോ യാതൊരു മുൻപരിചയവും ഇല്ലാത്ത ഒരാൾക്ക് പോലും വളരെ ലളിതമായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ചർച്ച. തീർച്ചയായും. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു വിദ്യാർത്ഥിയുടെ ഉയരം നമ്മൾ ദൂരെ നിന്ന് നോക്കി ഊഹിക്കുന്നത് പോലെ. അത്രയുള്ളൂ ഈ ആശയം. അതെങ്ങനെയാണ്? നമ്മൾ പറയില്ലേ, ആ കുട്ടിയുടെ ഉയരം ഏകദേശം ഒരു 160നും 170നും സെന്റിമീറ്ററിന് ഇടയിലായിരിക്കും എന്ന്. ശരിയാണ്. നമ്മൾ കൃത്യം ഒരു നമ്പർ പറയില്ല. അതെ, നമ്മൾ കൃത്യമായ ഒരൊറ്റ സംഖ്യയല്ല പറയുന്നത്, മറിച്ച് ശരിയായ ഉത്തരം വരാൻ സാധ്യതയുള്ള ഒരു റേഞ്ചാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ കോൺഫിഡൻസ് ഇന്റർവെല്ലിന്റെ അടിസ്ഥാനം. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ചയുടെ ലക്ഷ്യം ഇതാണ്. എന്താണ് ഒരു കോൺഫിഡൻസ് ഇന്റർവെൽ? നമ്മുടെ ഡെന്റൽ പഠനങ്ങളിലും ക്ലിനിക്കൽ പ്രാക്ടീസിലും ഇതിന്റെ പ്രാധാന്യം എന്താണ്? പിന്നെ എന്തുകൊണ്ടാണ് ഇതൊരു പി വാല്യൂവിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമുക്ക് തരുന്നത്? നമുക്കിതിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാം. തീർച്ചയായും. അപ്പോ ആദ്യം തന്നെ ചോദിക്കട്ടെ, എന്തിനാണ് നമുക്ക് ഇങ്ങനെ ഒരു റേഞ്ചിന്റെ ആവശ്യം? എന്തുകൊണ്ട് കൃത്യമായ ഒരു ശരാശരി പറഞ്ഞാൽ പോരെ? ഉദാഹരണത്തിന്, ഒരു പുതിയ മൗത്ത് വാഷ് ഉപയോഗിക്കുമ്പോൾ പ്ലാക്ക് എത്രത്തോളം കുറയുന്നു എന്ന് അത് കൃത്യമായി പറഞ്ഞാൽ പോരെ? നല്ല ചോദ്യമാണ്. കാരണം ലോകത്തുള്ള എല്ലാവരെയും നമുക്കൊരു പഠനത്തിന് വിധേയമാക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അത് പ്രായോഗികമല്ല. അതെ, നമ്മളൊരു ചെറിയ ഗ്രൂപ്പിനെ, അതായത് ഒരു സാമ്പിൾ മാത്രമാണ് പഠിക്കുന്നത്. പിന്നെ ഓരോ സാമ്പിളിലും സ്വാഭാവികമായ വ്യതിയാനങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ കണ്ടെത്തുന്ന ശരാശരി എന്നത് ഒരു ഊഹം മാത്രമാണ്. ഒരു മികച്ച ഊഹം, അല്ലേ? അതെ, നമ്മുടെ ഏറ്റവും മികച്ച ഊഹം. ആ ഊഹം എത്രത്തോളം കൃത്യമാണ് എന്ന് പറയാനാണ് നമ്മൾ കോൺഫിഡൻസ് ഇന്റർവെൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും മികച്ച ഊഹം. പക്ഷേ യഥാർത്ഥ ശരിയുത്തരം ഈ റേഞ്ചിനുള്ളിൽ വരാനാണ് 95% സാധ്യത എന്ന് പറയുന്നൊരു രീതിയാണിത്. ഓക്കെ, അതായത് ഈ മരുന്ന് രക്തസമ്മർദ്ദം കൃത്യം 8 മില്ലിമീറ്റർ HG കുറയ്ക്കും എന്ന് പറയുന്നതിന് പകരം ഈ മരുന്ന് രക്തസമ്മർദ്ദം 6നും 10നും മില്ലിമീറ്റർ HG ഇടയിൽ കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെയാണോ? അതെ, അതുതന്നെ. ആ റേഞ്ച്, ആ 6 മുതൽ 10 വരെ എന്ന് പറയുന്നില്ലേ, അത് നമ്മുടെ കണ്ടെത്തലിന്റെ കൃത്യതയെയാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായി. ഈ ആശയം കൂടുതൽ വ്യക്തമാക്കാൻ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കിയാലോ? ചിലപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ ആളുകൾക്ക് വേഗം പിടികിട്ടും. തീർച്ചയായും. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ആളുകളുടെ പേഴ്സിൽ സാധാരണ എത്ര രൂപ കാണും എന്ന് നമുക്ക് അറിയണമെന്നിരിക്കട്ടെ. ഓക്കെ. നമ്മളൊരു 10 പേരോട് ചോദിക്കുന്നു. അതിന്റെ ഒരു ശരാശരി എടുത്തപ്പോൾ 500 രൂപ കിട്ടി. അതിന്റെ 95% കോൺഫിഡൻസ് ഇന്റർവെൽ 400 രൂപ മുതൽ 600 രൂപ വരെയാണെന്ന് കരുതുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉറപ്പോടെ പറയാം, പൊതുവായി ആളുകളുടെ കയ്യിൽ 400നും 600നും ഇടയിലുള്ളൊരു തുകയായിരിക്കും ഉണ്ടാവുക എന്ന്. ആ 500 ഒരു ഊഹം മാത്രമാണ്. ശരി. ഇനി നമ്മുടെ ഡെന്റൽ രംഗത്തേക്ക് വരാം. ഒരു പുതിയ കോമ്പോസിറ്റ് ഫില്ലിംഗ് മെറ്റീരിയൽ, അതിന്റെ വിജയനിരക്ക് എങ്ങനെയാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുക? നല്ലൊരു ഉദാഹരണമാണത്. ഒരു പഠനത്തിൽ ഒരു പുതിയ കോമ്പോസിറ്റ് മെറ്റീരിയലിന്റെ വിജയനിരക്ക് 92% കണ്ടെത്തിയെന്ന് വയ്ക്കുക. 92%? അതെ. അതിന്റെ 95% കോൺഫിഡൻസ് ഇന്റർവെൽ 88% മുതൽ 96% വരെയാണെങ്കിൽ അതിന്റെ അർത്ഥമെന്താ? യഥാർത്ഥത്തിൽ ഈ മെറ്റീരിയലിന്റെ വിജയനിരക്ക് 88നും 96% ഇടയിലായിരിക്കുമെന്നാണ്. ഇത് നമുക്ക് ആ മെറ്റീരിയലിലൊരു വിശ്വാസം നൽകുന്നു. ഓക്കെ, ഇവിടെയാണ് ഏറ്റവും രസകരമായ കാര്യം വരുന്നത്. 2 മെറ്റീരിയലുകൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇതെങ്ങനെ സഹായിക്കാം? അതാണ് പോയിന്റ്. നമുക്കിങ്ങനെ സങ്കൽപ്പിക്കാം. വിജയനിരക്ക് 92%, കോൺഫിഡൻസ് ഇന്റർവെൽ അല്ലെങ്കിൽ CI 88% മുതൽ 96% വരെ. ഓക്കെ, അതൊരു ഇടുങ്ങിയ റേഞ്ചാണ്. നല്ല കൃത്യതയുണ്ടെന്ന് തോന്നുന്നു. അതെ. ഇനി മെറ്റീരിയൽ B നോക്കാം. വിജയനിരക്ക് 90%, പക്ഷേ CI 70% മുതൽ 110% വരെ. 110%? അത് വളരെ വിശാലമായ ഒരു റേഞ്ചാണല്ലോ. അതാണ്. മെറ്റീരിയൽ ബിയുടെ റേഞ്ച് വളരെ വലുതാണ്. അതിന്റെ വിജയനിരക്ക് 70% വരെ താഴാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിന്റെ ശരാശരി 90% പറഞ്ഞാലും നമുക്കതിനെ അത്ര വിശ്വസിക്കാൻ കഴിയില്ല. കൂടുതൽ വിശ്വസിക്കാൻ കഴിയുന്നത് മെറ്റീരിയൽ എ ആണ്. കാരണം
അതിന്റെ പ്രകടനം കൂടുതൽ സ്ഥിരതയുള്ളതാണ്. അപ്പോൾ ഈ ആശയം ബയോസ്റ്റാറ്റിസ്റ്റിക്സിന്റെ വലിയ ലോകത്ത് എവിടെയാണ് വരുന്നത്? അതിന്റെ സ്ഥാനം എന്താണ്? കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹൃദയഭാഗമാണ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. അതെ, അതായത് ഒരു ചെറിയ സാമ്പിളിനെ പഠിച്ച് ഒരു വലിയ ജനവിഭാഗത്തെക്കുറിച്ച്, പോപ്പുലേഷനെക്കുറിച്ച് നിഗമനങ്ങളിലെത്തുന്ന രീതി. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, പി വാല്യൂ വ്യാഖ്യാനം, ടി ടെസ്റ്റ്, അനോവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കോൺഫിഡൻസ് ഇന്റർവെൽ അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇതൊരു അടിത്തറ പോലെയാണ്. അപ്പോൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് പി വാല്യൂ. എന്തുകൊണ്ടാണ് ഒരു പി വാല്യൂവിനേക്കാൾ മികച്ചതാണ് കോൺഫിഡൻസ് ഇന്റർവെൽ എന്ന് പറയുന്നത്? കാരണം ഒരു പി വാല്യൂ നമ്മളോട് ഒരു സ്വാധീനം ഉണ്ടോ എന്ന് മാത്രമേ പറയൂ. അതെ അല്ലെങ്കിൽ ഇല്ല എന്ന ഉത്തരം. ഓക്കെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉത്തരം. അതെ. പക്ഷെ കോൺഫിഡൻസ് ഇന്റർവെൽ നമുക്ക് 3 കാര്യങ്ങൾ പറയും. 1, ആ സ്വാധീനം എത്ര വലുതാണ്. 2, നിങ്ങളുടെ കണ്ടെത്തൽ എത്രത്തോളം കൃത്യമാണ്. പിന്നെ 3-മത്തേത്, ഈ കണ്ടെത്തലിന് ക്ലിനിക്കലായി എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ. ഒരു ഉദാഹരണം വെച്ച് പറയാമോ? പറയാം. ഒരു ഫ്ലൂറൈഡ് ജെൽ പല്ല് ദ്രവിക്കുന്നത് 2% കുറയ്ക്കുന്നു എന്ന് കരുതുക. പി വാല്യൂ 0.05 കുറവാണ്, പി 0.05. സ്റ്റാറ്റിസ്റ്റിക്കലി ഇത് ശരിയാണ്, ഒരു നല്ല കണ്ടെത്തലാണ്. അതെ, സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ്. പക്ഷേ അതിന്റെ CI, അതായത് കോൺഫിഡൻസ് ഇന്റർവെൽ, വെറും 0.1% മുതൽ 4% വരെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ സ്വാധീനം വളരെ ചെറുതാണ്. ചിലപ്പോൾ വെറും 0.1% മാത്രം. ശരിയാണ്. അപ്പോൾ ക്ലിനിക്കലായി അതത്ര പ്രാധാന്യമുള്ളതായിരിക്കില്ല. ആ ഒരു ചെറിയ വ്യത്യാസത്തിനു വേണ്ടി ചിലപ്പോൾ കൂടുതൽ പണം മുടക്കുന്നത് ശരിയാവില്ല. ഇത് മനസ്സിലാക്കുമ്പോൾ ആളുകൾക്ക് സാധാരണയായി എന്ത് തെറ്റുകളാണ് പറ്റാറ്? ഏറ്റവും വലിയ തെറ്റിതാണ്. 95% കോൺഫിഡൻസ് ഇന്റർവെൽ എന്നാൽ 95% ആളുകളും ഈ റേഞ്ചിനുള്ളിൽ വരും എന്ന് ചിന്തിക്കുന്നത്. അത് തെറ്റാണ്. ശരിയായ അർത്ഥം യഥാർത്ഥ ശരാശരി, ആ പോപ്പുലേഷന്റെ ശരാശരി ഈ റേഞ്ചിനുള്ളിൽ വരാൻ 95% സാധ്യതയുണ്ട് എന്നാണ്. ഇത് ശരാശരിയെക്കുറിച്ചാണ്, അല്ലാതെ ഓരോ വ്യക്തിയെക്കുറിച്ചുമല്ല. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മറ്റെന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഉണ്ട്. റേഞ്ചിന്റെ വീതി, അതായത് CI വിഡ്ത്ത് അവഗണിക്കുന്നത് ഒരു തെറ്റാണ്. ഇടുങ്ങിയ റേഞ്ച് നല്ലതാണ്, വിശാലമായ റേഞ്ച് കൃത്യത കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. ശരി. പിന്നെ 0 ഉൾപ്പെടുന്ന റേഞ്ച്. 2 മരുന്നുകൾ തമ്മിലുള്ള വ്യത്യാസം പഠിക്കുമ്പോൾ CIയിൽ 0 വരുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് -0.5 മുതൽ 2.5 വരെ, അതിന്റെ അർത്ഥം ഒരു പക്ഷേ ഒരു വ്യത്യാസവുമില്ല എന്നാണ്. 0 വ്യത്യാസം. ആഹാ, അപ്പോൾ ആ കണ്ടെത്തൽ സ്റ്റാറ്റിസ്റ്റിക്കലി അത്ര പ്രാധാന്യമുള്ളതല്ല. അതെ. പിന്നെ ശരാശരി മാത്രം നോക്കുന്നത്. പ്ലാക്ക് കുറവ് 20% എന്ന് കണ്ടാലും അതിന്റെ CI -5% മുതൽ +45% വരെ ആണെങ്കിൽ അതിനർത്ഥം പ്ലാക്ക് കൂടാനും സാധ്യതയുണ്ട് എന്നാണ്. ആ മൈനസ് അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോ ആ പഠനം വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോൾ അവസാനമായി ഒരു ഡെന്റൽ വിദ്യാർത്ഥിക്കോ അല്ലെങ്കിൽ ഒരു ഡോക്ടർക്കോ ഇത് അവരുടെ ദൈനംദിന പ്രാക്ടീസിൽ എങ്ങനെയെല്ലാം പ്രയോജനപ്പെടും? ഒരുപാട് തരത്തിൽ ഉപകാരപ്പെടും. ഒന്നാമതായി, മെച്ചപ്പെട്ട മെറ്റീരിയലുകൾ തിരഞ്ഞെടുക്കാൻ. ഏതു കോമ്പോസിറ്റിനാണ് കൂടുതൽ സ്ഥിരതയുള്ള പ്രകടനമെന്ന് CI നോക്കി മനസ്സിലാക്കാം. ഇടുങ്ങിയ റേഞ്ചുള്ളത് തിരഞ്ഞെടുക്കാം. അതെ. 2, രോഗികളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ. നിങ്ങളുടെ ഇംപ്ലാന്റിന്റെ വിജയസാധ്യത 95% എന്ന് പറയുന്നതിന് പകരം പഠനങ്ങൾ അനുസരിച്ച് ഇതിന് 92% മുതൽ 98% വരെ വിജയസാധ്യതയുണ്ട് എന്ന് പറയുന്നത് രോഗിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. അത് ശരിയാണ്. നമ്മൾ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സംസാരിക്കുന്നത് പോലെ തോന്നും. തീർച്ചയായും. പിന്നെ ഗവേഷണ പ്രബന്ധങ്ങൾ മനസ്സിലാക്കാൻ, ഒരു പഠനം എത്രത്തോളം വിശ്വസനീയവും പ്രസക്തവുമാണെന്ന് പെട്ടെന്ന് വിലയിരുത്താൻ CI സഹായിക്കും. ക്ലിനിക്കിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനോ? പറ്റും. രോഗികളുടെ കാത്തിരിപ്പ് സമയം ഒരു നിശ്ചിത റേഞ്ചിൽ, ഉദാഹരണത്തിന് 20-24 മിനിറ്റ് നിർത്താൻ ഇത് സഹായിക്കും. ആ റേഞ്ച് വലുതായാൽ, ഒരു 10-50 മിനിറ്റൊക്കെ ആയാൽ നിങ്ങളുടെ സേവനത്തിൽ സ്ഥിരത ഇല്ല എന്നാണ് അർത്ഥം. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് ഒരു തരത്തിൽ രോഗികളുടെ എണ്ണം കൂട്ടാനും സഹായിക്കുമല്ലേ? തീർച്ചയായും. ആത്മവിശ്വാസത്തോട് സംസാരിക്കുന്നത് രോഗികളിൽ ആത്മവിശ്വാസം വളർത്തും. കോൺഫിഡൻസ് ഇന്റർവെൽ ആശയവിനിമയവും വിശ്വാസവും മെച്ചപ്പെടുത്തുന്നു.
അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ കോൺഫിഡൻസ് ഇന്റർവെൽ എന്നത് നമ്മുടെ കണ്ടെത്തലുകളുടെ കൃത്യതയും വിശ്വാസ്യതയും യഥാർത്ഥ പ്രസക്തിയും മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു റേഞ്ചാണ്. അതെ. ഇത് നമ്മളെ ഒരൊറ്റ സംഖ്യയെ മാത്രം വിശ്വസിക്കുന്നതിൽ നിന്ന് മാറ്റി ഡാറ്റയ്ക്ക് പിന്നിലെ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതെ, ഒരു ഡാറ്റയെ ബുദ്ധിപരമായി സമീപിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപകരണം കൂടിയാണിത്. ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു ചോദ്യം നൽകി ഞങ്ങൾ അവസാനിപ്പിക്കാം. വില കൂടിയ ഒരു പുതിയ ഡെന്റൽ മെറ്റീരിയൽ വില കുറഞ്ഞ പഴയതിനേക്കാൾ സ്റ്റാറ്റിസ്റ്റിക്കലി മെച്ചപ്പെട്ടതാണെന്നൊരു പഠനം പറയുന്നു. എന്നാൽ ആ മെച്ചത്തിന്റെ കോൺഫിഡൻസ് ഇന്റർവെൽ വളരെ ചെറുതാണെങ്കിൽ, ഉദാഹരണത്തിന് 0.1% മുതൽ 0.5% വരെ, ആ ചെറിയ നേട്ടത്തിനു വേണ്ടി അത്രയും വലിയ വില കൊടുക്കുന്നത് ശരിയാണോ? എവിടെയാണ് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രാധാന്യവും ക്ലിനിക്കൽ പ്രാധാന്യവും തമ്മിലുള്ള വര വരയ്ക്കുക? ഒന്ന് ആലോചിച്ചു നോക്കൂ.